ഫ്രണ്ട്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് മിനിസ്റ്റർ ഓഫ് ഡിഫൻസിന് കീഴിലുള്ള. അപ്പോൾ ഇതിലേക്ക് പെർമനൻറ്റ് വേക്കൻസിയാണ്. നമ്മുടെ ബാംഗ്ലൂരിലൊക്കെ ആയിട്ട് വേക്കൻസികളുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഗ്രൂപ്പ് സി കാറ്റഗറിയിലുള്ള പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ ഫോമാണ്. നിങ്ങൾക്ക് അപേക്ഷ ഫോം ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിശദമാക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇതാണ് പോസ്റ്റ് വരുന്നത്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ ഗ്രൂപ്പ് സി കാറ്റഗറിയുള്ള പോസ്റ്റിലേക്കാണ്. പെർമനൻറ്റ് വേക്കൻസിയാണ്. സ്പീഡ് പോസ്റ്റ് ആയിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കാം. ഓഫ്ലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലാതെ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് ഇമെയിൽ ആയിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊന്നും അപ്ലൈ ചെയ്താൽ അപേക്ഷ സ്വീകരിക്കില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഓഫ്ലൈൻ ആയിട്ട്, അത് സ്പീഡ് പോസ്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അപേക്ഷ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഫോം ഫില്ല് ചെയ്യേണ്ടത്, ഇതാണ് അപേക്ഷ ഫോം. വളരെ അവർ തന്നിരിക്കുന്നത് അത് സെയിം മാതൃകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സെക്കൻഡ് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. പേ ലെവൽ 4 ആണ്. 25,500 മുതൽ 81 വരുന്നതാണ് എൻ്റെ പേ ലെവൽ വരുന്നത്. ഇതിൽ ടോട്ടൽ വേക്കൻസി 5 വേക്കൻസിയാണ്. അതിൽ 3 വേക്കൻസി ജനറൽ ഉണ്ട്, ഒരു വേക്കൻസി SCക്ക്, പിന്നെ ഒരു വേക്കൻസി OBCക്കും റിസർവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അൺറിസർവ്ഡ് വേക്കൻസി UR വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് ഏത് കാറ്റഗറി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് ST കാറ്റഗറിക്കും എന്ത് ചെയ്യാം, ഈ URലേക്ക് അപ്ലൈ ചെയ്യാം, AWSന് അപ്ലൈ ചെയ്യാം, ഇനി OBCക്ക് അപ്ലൈ ചെയ്യാം, SCക്ക് അപ്ലൈ ചെയ്യാം. ആർക്ക് വേണമെങ്കിലും ജനറൽ കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് +2 പാസ്സായാൽ മതി, അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങൾക്ക് +2 ഹ്യൂമാനിറ്റീസ് ഓർ സയൻസ് ഓർ കൊമേഴ്സ് അല്ലെങ്കിൽ +2 ഇക്വലൻ്റ് ആയിട്ടുള്ള മറ്റ് ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് +2 മതി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. പിന്നെ നിങ്ങൾക്ക് ഇത് സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന പോസ്റ്റ് ആയതുകൊണ്ട് ഇതിലേക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഇതിലേക്ക് ഇതിന് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ സ്കിൽ ടെസ്റ്റിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിക്റ്റേഷൻ, അതായത് ട്രാൻസ്ക്രിപ്ഷൻ, അതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പീഡ് ഉള്ളവർ കമ്പ്യൂട്ടറിലാണ് കേട്ടോ. അപ്പോൾ സ്പീഡ് ഉള്ളവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ CMD, അതായത് സിവിലിയൻ മോട്ടോർ ഡ്രൈവർ ആണ്. അപ്പോൾ ഇതിലേക്ക് പേ ലെവൽ 2 ആണ്. ഇതിൽ ജനറൽ കാറ്റഗറിയിൽ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റെനോഗ്രാഫറിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ആയിട്ട് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിൽ ജനറൽ ഒരു വേക്കൻസിയും പിന്നെ ഒരു വേക്കൻസി EWSന് റിസർവ് ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ജനറൽ വേക്കൻസിയിലേക്ക് ഏത് കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. 2 വേക്കൻസിയാണ്. അപ്പോൾ നമ്മൾ ഇത്തരം വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ കുറഞ്ഞ വേക്കൻസി ആണെങ്കിലും പലരും എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അപേക്ഷയുടെ എണ്ണം കുറയാനും അതുപോലെ തന്നെ നമ്മൾ സ്പീഡ് പോസ്റ്റ് ഒക്കെ അയച്ച് പിന്നെ അപേക്ഷ ഫോമൊക്കെ നമ്മൾ തയ്യാറാക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞുതരാം. അപ്പോൾ അത് ഒക്കെ നമ്മൾ സെൻഡ് ചെയ്ത് അതിലേക്ക് കുറച്ച് ഉദ്യോഗാർത്ഥികളെ അയക്കാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാമിൻ്റെ ആ ഒരു കട്ട് ഓഫിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും, കോമ്പറ്റീഷൻ കുറയും. അങ്ങനെയുള്ള പോസിബിലിറ്റിയൊക്കെ ആണ് ഇത്തരം ചെറിയ നോട്ടിഫിക്കേഷനിൽ നമുക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് 2 വേക്കൻസി. അതിലേക്ക് 10ാം ക്ലാസ് ആണ് യോഗ്യത വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ നല്ല സ്കില്ലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മെക്കാനിസം, മോട്ടോറിൻ്റെ ഒക്കെ മെയിൻ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള പെർമനൻറ്റ് ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, കാറും അതുപോലെ ഹെവി വെഹിക്കിളും ഓടിക്കാനുള്ള. അപ്പം നിങ്ങൾക്ക് ഹെവി വെഹിക്കിളിൻ്റെ വേണം, അതുപോലെ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഡ്രൈവിങ്ങിൽ. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കമ്പനിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഉള്ള 4 വർഷം നിങ്ങൾ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, അപ്പോൾ അതാണ് അതിൽ വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ. കാർപ്പൻറ്റർ എന്ന് പറയുന്ന തസ്തിയിലേക്ക് പേ ലെവൽ 2 ആണ് വന്നിരിക്കുന്നത്. ഇതിലൊരു വേക്കൻസി മാത്രമാണ്. ആ ഒരു വേക്കൻസി OBCക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. OBC കാൻഡിഡേറ്റ്സ്, OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണ്. ഇതിലേക്ക് 10ാം ക്ലാസ് അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. IT ആണ്, അതായത് കാർപ്പൻറ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് IT കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഈ പറയുന്ന ട്രേഡുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിലേക്ക് പ്ലേസ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യലി അവർ പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ബാംഗ്ലൂർ, അതുപോലെ തന്നെ പൂനെ, ഇവിടെയൊക്കെ ആയിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ ഇതിലേക്ക് ഏജ് ലിമിറ്റ് ഓരോ പോസ്റ്റിനും വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റെനോഗ്രാഫർ ആണെങ്കിൽ മിനിമം 18, മാക്സിമം 27 വയസ്സ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന CMD ആണെങ്കിൽ 18 to 27 വയസ്സിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാർപ്പൻറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് 18, 37 വയസ്സിൽ അപ്ലൈ ചെയ്യാം. ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ നിയമാനുസൃതമായുള്ള ഏജ് റിലാക്സേഷൻ കാര്യങ്ങളുണ്ടായിരിക്കും. SC/STക്ക് 5 വർഷം, OBCക്ക് 3 വർഷം. ഓക്കെ, എന്നുള്ളതൊക്കെ നമ്മുടെ റിസർവ്ഡ് വാക്കൻസിലൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് ഉണ്ടാവും.
ഇനി ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ സെലക്ഷൻ മെത്തേഡും കാര്യങ്ങളും അതുപോലെ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഇതിൽ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ അത് പബ്ലിഷ് ചെയ്തിട്ട് 28 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അപേക്ഷ അവിടെ എത്തണം. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൻ്റെ ഡേറ്റ് നമ്മൾ മാർച്ച് 28 ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു എന്താ പറയുക, നമുക്ക് ഒരു ഏപ്രിൽ 24 കണക്കാക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് പോകേണ്ട. ഏപ്രിൽ 24 ഉള്ളിൽ നിങ്ങളുടെ അപേക്ഷ നിങ്ങൾ സെൻഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ, ഏപ്രിൽ 24 നമ്മളൊരു ഡേറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ അപേക്ഷ അവിടെ എത്തുന്ന രീതിയിൽ അയച്ചു കൊടുക്കേണ്ട മേൽവിലാസം കാര്യങ്ങളൊക്കെ പറയാം. ലക്ഷദ്വീപുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് 35 ദിവസം വരെ, അതായത് നിങ്ങൾക്കൊരു ഏപ്രിൽ കഴിഞ്ഞിട്ട് മെയ് ഒരു എന്താ പറയുക ഒരു ഫസ്റ്റ് വീക്കിൻ്റെ ഉള്ളിലായാലും കുഴപ്പമൊന്നുമില്ല ലക്ഷദ്വീപുള്ളവരാണെങ്കിൽ. ഇനി മോഡ് ഓഫ് സെലക്ഷൻ ഇവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അതായത് കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന എന്താണ് അതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അതായത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകുമ്പോൾ എക്സാം നടത്തുക, അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റ് നടത്തുക, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ട്. അതായത് ഇപ്പം ഈ പറയുന്ന ഡ്രൈവർ എന്ന് പറയുന്ന തസ്തിയിലേക്ക് 10ാം ക്ലാസ് ആണല്ലോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അപ്പോൾ നിങ്ങളുടെ 10th മാർക്ക് ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഉദ്യോഗാർത്ഥികളെ കുറച്ചെടുക്കും. ഓക്കെ, അപ്പോൾ അതിനൊരു പ്രൊപ്പോർഷൻ വെച്ചിട്ടാണ് അവരെടുക്കുക. ഓക്കെ, അതായത് ലിമിറ്റ് 20 ആണ് ഒരു വേക്കൻസിക്ക്, 20 അല്ലെങ്കിൽ മോർ. അതിൻ്റെ മോർ, അതായത് ഇപ്പോൾ ഒരു വേക്കൻസിയിലേക്ക് 20 ഉദ്യോഗാർത്ഥികൾ എടുക്കുക, അല്ലെങ്കിൽ ഒരു 25 ഉദ്യോഗാർത്ഥികൾ എടുക്കുക. ആ ലെവലിലായിരിക്കും നിങ്ങളെ ഇതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക. ഓക്കെ, അങ്ങനെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് എന്തുണ്ടായിരിക്കും, എക്സാം കാര്യങ്ങളുണ്ടാവും കേട്ടോ. ഓക്കെ, ഇതിലേക്ക് റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ട്രേഡ് ടെസ്റ്റ് അനിവാര്യമാണെങ്കിൽ അതുണ്ടാകും. അത് നെഗറ്റീവ് മാർക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. സ്കീം ഓഫ് റിട്ടേൺ എക്സാമിനേഷൻ ഇവിടെ നിങ്ങളുടെ അതായത് 12th സ്റ്റാൻഡേർഡ് CBSE സിലബസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് റിട്ടൺ ടെസ്റ്റും കൂടെ കാണാൻ പറ്റും. ഏതൊക്കെ ടോപ്പിക്കാണ് വരുന്നത്, അതിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും മാർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ CMD നിങ്ങൾക്ക് കൂടെ കാണാം, അതുപോലെ കാർപ്പൻറ്ററും കാണാം. ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് എക്സാമിനേഷൻ ഡേറ്റ് കാര്യങ്ങളൊക്കെ കോൾ ലെറ്ററിലൂടെയാണ് നിങ്ങൾ അറിയിക്കുക. പോസ്റ്റലായിട്ട് നമുക്ക് വരും. അതിൻ്റെ കോൾ ലെറ്ററും പാടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതും പാടെ ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. പിന്നെ അപേക്ഷ അയക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന അപ്ലിക്കേഷൻ ഫോം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന അപ്ലിക്കേഷൻ ഫോം. ഓക്കെ, ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് എടുത്താണ്. ഓക്കെ, ഇനിയിപ്പം നിങ്ങൾക്ക് തന്നെ ടൈപ്പ് ചെയ്ത് എടുക്കണമെങ്കിൽ ഇതാ ഈ ഒരു നോട്ടിഫിക്കേഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തെടുക്കേണ്ടതാ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്ത് അപ്ലിക്കേഷൻ ഫോം തയ്യാറാക്കണം. കണ്ടോ, ഈ ഭാഗങ്ങളൊക്കെ വരും. ഇതൊക്കെ പിന്നെ അഡ്മിറ്റ് കാർഡ്, ഇങ്ങനെ 3 പേജാണ് ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് പെട്ടെന്ന് എന്താണ് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് ഇതിൽ ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, അതെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 2 അങ്ങനെ 3 പേജുടെ അഡ്മിറ്റ് കാർഡ് ഉൾപ്പെടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പ്രിൻ്റ് എടുക്കുക ഒന്നാമതായിട്ട് ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിൽ ഫില്ല് ചെയ്യാം. എന്നതിന് ശേഷം നമ്മൾ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ്, പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെക്കണം കേട്ടോ. ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ഞാൻ പറയാം. അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് ഇതാണ്. ചീഫ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഓക്കെ, ഇവിടെ കാണാം 530018. ഈ പറയുന്ന അഡ്രസ്സിലേക്കാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കേണ്ടത്. അയച്ചു കൊടുക്കുന്ന അപേക്ഷയുടെ നമ്മളൊരു എൻവലപ്പിൽ ഒരു പോസ്റ്റൽ കവറിൽ ഇട്ടിട്ടാണ് അയച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ ആ പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ ഈ പച്ച എന്താണ് ഇവിടെ മാർക്ക് ചെയ്ത്, ഒരു ഗ്രീൻ കളറിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തില്ലേ, അപ്ലിക്കേഷൻ ഫോർ പോസ്റ്റ് ഓഫ്, നിങ്ങൾ എന്താണ് കാർപ്പൻറ്റർ ആണെങ്കിൽ കാർപ്പൻറ്റർ, ഓക്കെ, അല്ലെങ്കിൽ CMD ആണെങ്കിൽ CMD. എന്നിട്ട് അത് എഴുതിയിട്ട് ആൻഡ് കാറ്റഗറി ഏതാണ്, നിങ്ങളുടെ ഏത് കാറ്റഗറിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ UR എന്ന് ഇടുക, അല്ല SC ആണെങ്കിൽ SC, OBC ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് മതി. ഓക്കെ, നിങ്ങൾ ഏത് കാറ്റഗറി ആണോ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഇടണം. ഓക്കെ, ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ ഇതേപോലെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം കേട്ടോ. ഗ്രീൻ കളറിൽ തന്നിരിക്കുന്നവിടെ ഇവിടെ ഡാഷ് എന്നുള്ളിടത്ത് നിങ്ങളുടെ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ പോസ്റ്റ് നെയിം, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കാറ്റഗറി നിങ്ങൾ എഴുതിയിട്ട് ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇവിടെ ഈ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ നമുക്ക് എക്സാമ്പിൾ തന്നാണ് ഏതാണോ നിങ്ങളുടെ കാറ്റഗറി. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ജനറലാണ്, ജനറൽ മാത്രം എഴുതി അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ ഇതിൻ്റെ കൂടെ നമ്മൾ അയച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, നമുക്ക് സെൽഫ് അഡ്രസ്ഡ് എക്സ്ട്രാ ഒരു എൻവലപ്പും പാടെ വേണം. നമ്മളിപ്പോൾ ഒരു അയച്ചു കൊടുക്കുന്ന മെയിൻ എൻവലപ്പ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മൾ വേറൊരു പോസ്റ്റൽ കവറും പാടെ വാങ്ങണം. ആ പോസ്റ്റൽ കവറിൻ്റെ സൈസ് കൂടെ പറയുന്നുണ്ട് 25 to കൂടെ കാണാം 10 സെൻറ്റിമീറ്റർ. ആ ഒരു ഡയമെൻഷനിലുള്ള പോസ്റ്റൽ കവറും പാടെ നമ്മൾ വാങ്ങണം. 25 to 10 സെൻറ്റിമീറ്റർ ഡയമെൻഷനിലുള്ള ഒരു നിങ്ങളുടെ അഡ്രസ്സ്, സെൽഫ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സ് എഴുതണം. ഓക്കെ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, അതായത് നിങ്ങൾക്ക് ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടണം. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എഴുതിയ ഒരു പോസ്റ്റൽ കവറും പാടെ നിങ്ങൾ എന്ത് ചെയ്യണം, മെയിൻ കവറിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇടണം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ ഓക്കെ, ഇതെന്തിനാണ് നമ്മൾ ഈ എക്സ്ട്രാ ഒരു എൻവലപ്പ് ഇതിൻ്റെ ഉള്ളിൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് കോൾ ലെറ്റർ ഞാൻ കാണിച്ചില്ലേ, ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ
നമുക്ക് തന്നെ ഫില്ല് ചെയ്യാനുള്ള അഡ്മിറ്റ് കാർഡ് ഉണ്ട്. ഇതാണ് അഡ്മിറ്റ് കാർഡ്. ഇതാണ് അവർ നമുക്ക് അയച്ചു തരിക. ഓക്കെ, അപ്പോൾ ഇത് അയച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ ഒരു എൻവലപ്പ് ഇട്ടിട്ട് നമ്മുടെ അഡ്രസ്സ് എഴുതി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും ഫില്ല് ചെയ്യണം. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു പോസ്റ്റൽ കാർഡ് പാടെ നമ്മുടെ മെയിൻ പോസ്റ്റൽ കാർഡിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് വേണം കൊടുക്കാൻ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ ചോദിക്കാം. ഇനി അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മുടെ അപേക്ഷാ ഫോമിൽ ഒട്ടിക്കണം. എക്സ്ട്രാ നമ്മൾ 2 ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യണം, സെൽഫ് സൈൻഡ് ആയിട്ടുള്ള അതായത് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യണം, അഡ്മിറ്റ് കാർഡിൽ ഒട്ടിക്കണം. ഇവിടെ എന്താണ് ഓരോ അഡ്മിറ്റ് കാർഡ് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമുക്ക് അഡ്വർടൈസ്മെൻറ്റിൽ നമുക്ക് തന്നിരിക്കുന്നത് സാധാരണ നമുക്ക് സെപ്പറേറ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റും ഒന്ന് ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് കാണാറുണ്ട്. പക്ഷേ ഇവിടെ അഡ്വർടൈസ്മെൻറ്റിൽ നമുക്ക് തന്നിരിക്കുന്ന മാതൃക ഞാൻ കാണിക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഇത് ആപ്ലിക്കേഷൻ ഫോമാണ് ഈ ഭാഗം. ഓക്കെ, ഇത് അതിൻ്റെ ഭാഗം തന്നെയാണ് തുടർച്ച. ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഇതുവരെ നമ്മുടെ അപേക്ഷാ ഫോമാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു അഡ്മിറ്റ് കാർഡാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അനുബന്ധം 3A3 എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത്. ഇത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതും പാടെ നമ്മൾ അതിൻ്റെ കൂടെ അയച്ചു കൊടുക്കാം. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്കൊരു ധൈര്യത്തിന് ഇതിൻ്റെ 2 കോപ്പി എടുക്കുക. അപ്പോൾ ലാസ്റ്റ് പേജിൻ്റെ 2 കോപ്പി എടുക്കുക. എന്നിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഓരോന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 3 ഫോട്ടോസ് പറയുന്നുണ്ട്. ഇവിടെ കണ്ടോ നിങ്ങൾക്ക് 3 റീസെൻ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ് എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്നിട്ട് അത് ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന അപേക്ഷാ ഫോമിൽ ഒട്ടിക്കാനാണ് അവർ പറയുന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോമിൽ ആ ബോക്സിൽ നമ്മൾ ഒട്ടിക്കണം. അത് ഞാൻ കാണിക്കാം. Other 2 self-signed affixed in appropriate box, 1 each the admit card എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ അഡ്മിറ്റ് കാർഡിലും നമ്മൾ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആ ഒരു ബോക്സിൽ നമ്മൾ ഒട്ടിക്കണം. അങ്ങനെ 3 എണ്ണമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കോപ്പിയും പാടെ എടുക്കുക. ഇതിൻ്റെ കോപ്പി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. ഓക്കെ, പ്രിൻ്റ് എടുത്തതിന് ശേഷം ഇവിടെ ഒരു വൈറ്റ് പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വൈറ്റ് പേപ്പർ വെച്ചിട്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ വൈറ്റ് പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. എന്നിട്ട് അതും പാടെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോട്ടോ ഒട്ടിച്ച് കൊടുക്കുക. ഓക്കെ, നമുക്കങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ ഫോട്ടോൻ്റെ കാര്യം വന്നപ്പം ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ആ കാര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ SC OBC കാറ്റഗറിയൊക്കെ ആണെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തിരക്കി കാറ്റഗറി സർട്ടിഫിക്കറ്റ് നമ്മളിതിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നമ്മളതിൻ്റെ കൂടെ വെക്കണം. പിന്നെ എക്സ് സർവീസ്മാൻ അങ്ങനെയുള്ളവർ, പിന്നെ അതുപോലെ തന്നെ ഇത് പോയി ഇതവിടെ കാണാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണോ നിങ്ങളുടെ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, സെൽഫ് അറ്റസ്റ്റ് ചെയ്തിൽ വെക്കണം. പിന്നെ അതുപോലെ തന്നെ അത്രയും കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പിന്നെ വരുന്ന നമ്മുടെ അപേക്ഷാ ഫോമിൻ്റെ കാര്യങ്ങളും. യെസ്, ഇതാണ് നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെന്ത് ചെയ്യാം, ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോക്കാവുന്നതാണ് കേട്ടോ. ഇതിലെന്തെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റീഡ് ചെയ്യണമെങ്കിൽ. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണം, അതായത് അപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുമെന്നുള്ളതിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതാ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷൻ റിക്രൂട്ട്മെൻറ്റ് ആയിട്ട് വരും. ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് April 24 അപ്പോൾ താഴോട്ട് വരിക, വരിക. നിങ്ങളുടെ കൂട്ടുകാരുടെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് കാണാം നിങ്ങൾക്ക്. ഈ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് പറ്റുന്നൊരു പേയ്മെൻറ്റ് കൊടുത്താൽ, ചെറിയൊരു സർവീസ് ചാർജ് കൊടുത്താൽ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്കത് പ്രിൻ്റ് എടുക്കാം. ഇൻ കേസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്ത് നിങ്ങൾ ബാക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പേജിൽ തന്നെ നിങ്ങൾക്ക് ഈ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ നിങ്ങളുടെ രജിസ്റ്റേർഡ് നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും പേയ്മെൻറ്റ് പേജിലേക്ക് പോയാൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താൽ കിട്ടുക. ഇത് പ്രിൻ്റ് എടുക്കുക. റീസെൻ്റ് ആയിട്ടുള്ള പാസ്വേഡ്സ് ഫോട്ടോഗ്രാഫ് ഒട്ടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഫേസിലേക്കൊന്നും സൈൻ ആകാത്ത രീതിയിൽ ഫോമിലും ഫോട്ടോയിലും വരുന്ന രീതിയിൽ. ഇവിടെ പ്രത്യേകം റീഡ് ചെയ്യണം കേട്ടോ. എല്ലാ കാര്യങ്ങളൂടെ കണ്ടെങ്കിൽ ബ്ലോക്ക് ലെറ്റേഴ്സ് മാത്രമേ ഇത് ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കർസീവ് ലെറ്ററോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേജ് ബാക്ക് ടു ബാക്ക് എന്നുള്ള രീതിയിലാണ് പ്രിൻ്റ് എടുക്കേണ്ടത്. ബാക്ക് ടു ബാക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതായത് ബോത്ത് സൈഡ്, അതായത് ഒരു പേജിന് 2 സൈഡ് ഉണ്ടാവും. ഈ സൈഡും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടാവും. ആ ഓപ്പോസിറ്റ് സൈഡും ഈ സൈഡും പാടെ നിങ്ങൾ പ്രിൻ്റ് എടുക്കണം. അതായത് ഫസ്റ്റ് പേജിൽ ഇങ്ങനെ വരും, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവിടെ നിങ്ങൾ ഏത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന വെച്ചാൽ ആ പോസ്റ്റ് നെയിം ഇവിടെ ചെയ്ത് കാർപ്പൻ്റർ അല്ലെങ്കിൽ മറ്റേതാ പോസ്റ്റേജ്. ഇവിടെ നിങ്ങളുടെ പേര് ഇതൊക്കെ ബേസിക് ഡീറ്റെയിൽസ് ആണ്. അതൊക്കെ നിങ്ങൾ അതിനനുസരിച്ച് ഫില്ല് ചെയ്യാം. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ, ഇനി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. നാഷണാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്.
ഓക്കെ, മൊബൈൽ നമ്പർ, പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് മുതൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ഫില്ല് ചെയ്ത് വരാം. എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫില്ല് ചെയ്യാനുള്ള കോളംസ് ഉണ്ട്. പിന്നെ അടുത്ത് 16ാമത്തേത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മളിതിൻ്റെ കൂടെ നമ്മളിതിൻ്റെ കൂടെ വെക്കുന്നത് വെച്ചാൽ ടിക്ക് ചെയ്യാം. PO എന്ന് പറയുന്നത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡാണ്, അതായത് വോട്ടർ ID യോ ആധാർ കാർഡോ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ടിക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് നമ്മൾ 10ാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ് വെക്കാം. പിന്നെ കാസ്റ്റ് കാറ്റഗറി ഉണ്ടെങ്കിൽ വെക്കാം. പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെ വെച്ചാൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും അത് വെക്കാം. ഓക്കെ, അത് എത്ര ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ, അത് 10th +2 അങ്ങനെ അത് വെക്കേണ്ട അതിൻ്റെ നമ്പർ ആ കാര്യങ്ങൾ അതൊക്കെ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് കൊടുക്കാം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇല്ലാത്ത നിങ്ങൾ ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഉള്ളത് മാത്രം ടിക്ക് ചെയ്യുക. പിന്നെ ഇനി എന്തെങ്കിലും അതർ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ കോഴ്സോ സർട്ടിഫിക്കറ്റ് കോഴ്സോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ റീഡ് ചെയ്താവുന്നതാണ്. ഓക്കെ, പിന്നെ ഡിക്ലറേഷൻ നിങ്ങൾ നല്ല രീതിയിൽ വായിച്ചിട്ട് നിങ്ങളുടെ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ വരുത്താം. അതുപോലെ ഫീമെയിൽ ആണെങ്കിൽ അവരുടെ റൈറ്റ് തമ്പ് ഇംപ്രഷനാണ് ഇവിടെ വെക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ, പിന്നെ നിങ്ങളുടെ പ്രദേശം, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഡേറ്റ്, മീൻസ് നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്യുന്ന ഡേറ്റ്, അത്രയും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ 2 പേജ്, ഫസ്റ്റത്തെ 2 പേജ് നിങ്ങൾ ആദ്യം അതിൻ്റെ ഒരു 1 സൈഡ് നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. പിന്നെ അതിൻ്റെ മറ്റേ സൈഡും ഈ ഭാഗം 2ാമത്തെ പേജും പ്രിൻ്റ് എടുക്കുക. 2 പേജിലായിട്ട് ഇത് പ്രിൻ്റ് എടുക്കരുത്. ഒരു സിംഗിൾ പേജിൽ നിങ്ങൾ അതിൻ്റെ 2 സൈഡ് ഉപയോഗിച്ച് ഇത് പ്രിൻ്റ് എടുക്കുക കേട്ടോ. ഓക്കെ, ഇനി 2ാമത്തെ പേജിൽ അഡ്മിറ്റ് കാർഡ്. ഓക്കെ, അങ്ങനെ നമുക്ക് 2 ഷീറ്റ് ഉണ്ടാകുക ടോട്ടൽ. 2ാമത്തെ പേജിൽ അഡ്മിറ്റ് കാർഡാണ് വരിക. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾ ഇത് 2 കോപ്പി എടുക്കുക. ഓക്കെ, ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളടത്ത് ഒരു വൈറ്റ് A4 ഷീറ്റിൻ്റെ കട്ടിങ് ഒരു പേപ്പർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, അത് ഹൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പറ്റും. ഇതൊന്ന് പ്രിൻ്റ് എടുത്തിട്ട് അങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് 2 അഡ്മിറ്റ് കാർഡായി. അതിൽ 3 ഫോട്ടോ അവർ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന മാതൃകയിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഒറ്റൊന്നും ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്കൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ കാണാൻ മുഴുവനെ. ഓക്കെ, അപ്പോൾ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രിൻ്റ് എടുക്കുക. അത് പ്രിൻ്റ് എടുത്തിട്ട് റീസെൻ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുക. എന്നിട്ട് നിങ്ങൾ സൈൻ ചെയ്യണം. ഓക്കെ, ഇവിടെയും നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് ഇവിടെ കാണാം. ആപ്ലിക്കേഷൻ നമ്പർ ഇത് ഓഫീസ് യൂസ് ഓൺലിയാണ്, അവിടെ ചെയ്യരുത്. നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ആ പോസ്റ്റ് നെയിം ഇവിടെ കൊടുക്കുക. പിന്നെ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ, അഡ്മിറ്റ് കാർഡ് ഷുഡ് ബി സബ്മിറ്റ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ്. നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ സീരിയൽ നമ്പർ 1, 2, 3 and 6 ആണ്. അപ്പോൾ അത് മാത്രം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ഇത് നിങ്ങൾ ഫില്ല് ചെയ്യണം, നിങ്ങളുടെ പേര്, ഇത് നിങ്ങൾ ഫില്ല് ചെയ്യണം, ഇത് നിങ്ങൾ ഫില്ല് ചെയ്യണം. പിന്നെ വരുന്നത് 3 കഴിഞ്ഞിട്ട് 6 ആണ്. ഇവിടെ എമർജൻസി മൊബൈൽ നമ്പർ. ഓക്കെ, നിങ്ങളെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന മൊബൈൽ നമ്പർ അതും കൊടുക്കാം. ഈ 3, 4, 6 കാര്യങ്ങളാണ് നിങ്ങൾ 1, 2, അതായത് സീൽ നമ്പർ 1, സീൽ നമ്പർ 2, സീൽ നമ്പർ 3, സീൽ നമ്പർ 6. ഇതാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. 4ഉം 5ഉം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവർ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് ബ്ലാങ്ക് ആക്കി വിടണേ, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ മെയിൽ ആണെങ്കിൽ, ഫീമെയിൽ ആണെങ്കിൽ റൈറ്റ് നിങ്ങളുടെ സിഗ്നേച്ചർ. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് എടുത്ത രീതിയിൽ ചെയ്യുക. ആദ്യം ഇതൊരു കോപ്പി പ്രിൻ്റ് എടുക്കുക ഒരു പേജിൽ. എന്നതിന് ശേഷം ഇവിടെ ഒരു വൈറ്റ് പേപ്പർ വെച്ച് കൊടുത്തിട്ട് അത് ഫോട്ടോ കോപ്പി എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് 2 അഡ്മിറ്റ് കാർഡ് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, അതിലേക്ക് കൊടുക്കാം. കാരണം അവർ നമ്മളോട് 2 എന്ന് പറയുന്നൊന്നുമില്ല, ഫോട്ടോ 3 എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എല്ലാത്തിലും ഫോട്ടോ ഒട്ടിക്കുക, എന്നിട്ട് സെൽഫ് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, എന്നിട്ട് പോസ്റ്റലായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുക. പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എൻ്റെ അഡ്രസ്സ് ഇതാ. ഓക്കെ, ഇതാണ് അഡ്രസ്സ്. ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് കറക്റ്റ് അഡ്രസ്സിലേക്ക് കൊടുക്കുക. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ എൻവലപ്പില്ലേ, മെയിൻ എൻവലപ്പിൻ്റെ മുകളിൽ നമ്മൾ എഴുതേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.